ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുവാദം ചോദിക്കാതെ അവരുടെ കീഴിലുണ്ടായിരുന്ന ഒരു ജാരിയത്തിനെ മോചിപ്പിച്ചു. അടിമ മോചനത്തിൻ്റെ പുണ്യം അറിയാമല്ലോ. അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്തു, അതിനെ മോചിപ്പിച്ചു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ അനുവാദം ചോദിച്ചിരുന്നില്ല, കാരണം അവരുടെ കീഴിലുള്ള ഒരു ജാരിയത്താണത്. അപ്പോൾ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയുടെ അടുക്കൽ വന്നപ്പോൾ മഹദി പറയുന്നുണ്ട്, അശഅർത യാ റസൂലല്ലാഹ് അന്നി അഅതഖതു വലീദതി, തിരുദൂതരെ നിങ്ങളറിഞ്ഞോ ഞാൻ എൻ്റെ കീഴിലുള്ള ആ അടിമപ്പെണ്ണിനെ മോചിപ്പിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവ ഫഅൽതി, അങ്ങനെ ചെയ്തോ? നാം, അതെ. അപ്പോൾ ആജറക്കില്ല, അള്ളാഹു നിങ്ങൾക്ക് കൂലി തരട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഒരു അനുബന്ധം പറഞ്ഞാൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത്, അമാ ഇന്നകി ലൗ അഅതൈതിഹ അഖ്വാലകി കാന അഅളമ ലി അജ്രികി എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ മാതൃ സഹോദരങ്ങൾക്ക് നിങ്ങളത് നൽകിയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കൂലി ലഭിക്കുമായിരുന്നു. കാരണം അവർ കുറേ ഈ സാധുക്കളായിരുന്നു. മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ മാതൃ സഹോദരങ്ങൾ, അവർ ബനു ആമിർ ഗോത്രക്കാരാണ്. മൈമൂന ബിൻത് അൽ ഹാരിസ് അൽ ഹിലാലിയാണ്. അവർ ബനു അൽ ഹിലാൽ, ബനു ആമിർ ഗോത്രക്കാരാണ്. അൽ ഹിലാലിയത്തുൽ ആമിരിയ എന്നാണ് അവരെക്കുറിച്ച് പറയുക. അവരുടെ മാതൃ സഹോദരികൾ അവർ നിർധനരായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് കൊടുത്തിരുന്നുവെങ്കിൽ അത് കൂടുതൽ കൂലി കിട്ടുന്ന കാര്യമായിരുന്നു എന്ന് പറയുകയുണ്ടായി. കാന അഅളമ ലി അജ്രികി എന്ന് പറയുണ്ടായി. മനസ്സിലല്ലേ? അപ്പോൾ ഈ ദവിൽ ഖുർബയിൽ ഞാനത് കൊണ്ടുവന്നതിൽ പിതൃ മാർഗേണയുള്ള ബന്ധങ്ങളും അതേപോലെ മാതാവിൻ്റെ മാർഗേണയുള്ള ബന്ധങ്ങളും ഇതിൽ ഉൾപ്പെടുമെന്നതിൻ്റെ ഒരു ചരിത്ര സാക്ഷ്യം കൂടിയാണ് ഈ ഒരു സംഭവം. അഹ്വാലിന് കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അഹ്വാലും അമാമും. അമാം എന്ന് പറഞ്ഞെങ്കിൽ പിതൃ സഹോദരങ്ങളാണ്, അഹ്വാൽ എന്ന് പറഞ്ഞാൽ മാതൃ സഹോദരങ്ങളാണ്. ഇവിടെ അവർക്ക് കൊടുക്കുന്നതിനെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായത്. ഏതായാലും ഈ ഒരു വിഷയം, ഈ സദഖകൾ, ദാന വായ്പകൾ, ദാനധർമ്മങ്ങൾ, അതിൽ ഈ രക്തബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ മുന്തിപ്പിക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തിൽ പറഞ്ഞൊരു ഹദീസുണ്ട്. സൽമാൻ ഇബ്നു ആമിർ അദ്ദബ്ബി എന്നവരിൽ നിന്ന് ഇമാം നസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ഇന്ന സദഖത അലൽ മിസ്കീനി സദഖത്തുൻ വഅല ദവിൽ ഖറാബത്തി ഇസ്നതാൻ സദഖത്തുൻ വസിലത്തുൻ എന്നാണ് അതിലുള്ളത്. അതിലെന്താ? ഇന്ന സദഖത, തീർച്ചയായും സദഖ, ദാനധർമ്മം, അലൽ മിസ്കീനി, അതൊരു സാധുവിന്, അഗതിക്ക് സദഖയാണ്. എന്നാൽ വഅല ദിൽ ഖറാബ, ഖറാബത്തുള്ളവന്, അടുത്ത ബന്ധമുള്ളവന് ഇസ്നത്താൻ എന്നാണ് പറഞ്ഞത്. ഇസ്നത്താൻ, അത് സദഖ രണ്ട് കാര്യമാണ് എന്നാണ് പറഞ്ഞത്. എന്താ രണ്ട് കാര്യം? ഒന്ന് സദഖ, സദഖയാണ്. മറ്റൊന്ന് സിലത്തുൻ, രക്തബന്ധം വിളക്കലുമാണ്. രക്തബന്ധം വിളക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുടുംബബന്ധം ചാർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെത്ര പുണ്യമുള്ള വിഷയമാണ്. അപ്പോൾ അടുത്ത ബന്ധുവിന് സദഖ കൊടുക്കുമ്പോൾ സദഖൻ്റെ പുണ്യമുണ്ട്, രക്തബന്ധം വിളക്കിയ പുണ്യവുമുണ്ട് എന്ന് നബിയുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതിൽ തന്നെ ചില ഒരു നിവേദനത്തിൽ കാണാം, അബൂ അയ്യൂബിൻ അൻസാരി റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസിൽ, ഇന്ന അഫ്ളല സദഖതി, സദഖയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അസ്സദഖതു അലാ ദിർ റഹിമിൽ കാശിഹ് എന്നാണ്. അലാ ദിർ റഹ്മിൽ കാശിഹ്, അത് ഭയങ്കര ഒരു പ്രയോഗമാണ്. എന്താ ദിർ റഹിമിൽ കാശിഹ്? അർ റഹിമുൽ കാശിഹ് എന്ന് പറഞ്ഞാൽ നമ്മളോട് ബന്ധം മുറിച്ച കുടുംബക്കാർ, നമ്മളോട് ബന്ധം മുറിച്ചവർ, നമ്മളോട് പിണങ്ങി കഴിയുന്നവർ. ചില നിഘണ്ടുക്കളിൽ കാണാം അൽ മുദ്മിറുൽ അദാവ ഫി ബാത്തിനിഹി എന്നാണ്. കാശിഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഉള്ളിൽ ശത്രുത പുലർത്തുന്നവർ, നമ്മളോട് ഉള്ളിൽ ശത്രുത പുലർത്തുന്ന, നമ്മളോട് ബന്ധം മുറിച്ച കുടുംബക്കാരുണ്ട് എങ്കിൽ അവർക്ക് സദഖ ചെയ്യലാണ് ഇന്ന അഫ്ദല സദഖ എന്നാണ്, ഏറ്റവും ശ്രേഷ്ഠമായ സദഖ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന സഹിഹായ ഹദീസാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ജാബിർ ഇബ്നു സമുറയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ, ഇദാ അഅതല്ലാഹു അഹദകും ഖൈറൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ ഒരാൾക്ക് ഖൈർ തന്നാൽ, ഖൈർ എന്ന് പറഞ്ഞാൽ സ്വത്ത് തന്നാൽ,
ഫൽ യബ്ദ ബിനഫ്സിഹി, ആ സ്വത്ത് വിനിയോഗിക്കേണ്ടത് തന്നിൽ തുടങ്ങിയാണ്, അതായത് സ്വന്തത്തിനാണ് ചെലവഴിക്കേണ്ടത്. പിന്നെ വ അഹ്ലി ബൈത്തിഹി, കുടുംബത്തിനാണ് പിന്നീട് ചെലവഴിക്കേണ്ടത്. ഒരു റിപ്പോർട്ടിൽ ഇദാ കാന അഹദുക്കും ഫഖീറൻ, നിങ്ങളിലൊരാൾ ദരിദ്രനാണ് എങ്കിൽ ഫൽ യബ്ദ ബിനഫ്സിഹി, ഉള്ള സ്വത്ത് കൊണ്ട് സ്വന്തത്തിനാണ് വിനിയോഗിക്കേണ്ടത്, സ്വന്തത്തിലാണ് തുടങ്ങേണ്ടത്. ഫൈൻ കാന ഫദ്ലൻ, സ്വന്തത്തിന് ചെലവഴിച്ചിട്ട് ശേഷിക്കുന്നുവെങ്കിൽ ഫഅല ഇയാലിഹി, കുടുംബത്തിനാണ് ചെലവഴിക്കേണ്ടത്. ഫൈൻ കാന ഫദ്ലൻ, കുടുംബത്തിനും കൊടുത്തിട്ട് മിച്ചമുണ്ടോ എങ്കിൽ ഫഅല ഖറാബത്തിഹി, തൻ്റെ ഖറാബത്തിന് അടുത്ത ബന്ധങ്ങൾക്കാണ് ചെലവഴിക്കേണ്ടത്. ഫൈൻ കാന ഫദ്ലൻ, അടുത്ത ബന്ധങ്ങൾക്കും ചെലവഴിച്ചിട്ട് ശേഷിക്കുന്നു സ്വത്ത് എങ്കിൽ ഫഹാഹുന വഹാഹുന, അപ്പോഴാണ് മറ്റുള്ളവർക്ക് അവിടെ ഇവിടങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്ക് ചെലവഴിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ് ഇമാം മുസ്ലിമും ഇമാം നസായിയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത്. ഞാനിതൊക്കെ കൊണ്ടുവന്നത് എന്തിനാ? ഈ ചരിത്രവും ഈ നിവേദനവും കൊണ്ടുവന്നത് നമ്മൾ സ്വത്ത് ചെലവഴിക്കണം, അതാണ് പുണ്യം, സാക്ഷാൽ പുണ്യം, യഥാർത്ഥ പുണ്യം. അപ്പോഴാണ് ഒരാൾ പുണ്യമുള്ളവനാവുക, ബിറുള്ളവനാവുക, സൽസ്വഭാവി, സച്ചരിതം, സുഹൃതം ഉള്ളവനാവുക. എപ്പോഴാണ് നമ്മളത് ചെലവഴിക്കേണ്ടത്, നൽകേണ്ടത്? അലാ ഹുബ്ബിഹി, ആ സ്വത്തിനോട് നമുക്ക് ഇഷ്ടവും കൊതിയും ഉള്ളതോടൊപ്പം അത് ചെലവഴിക്കണം. ചെലവഴിക്കുമ്പോൾ ആരിൽ തുടങ്ങണം? ആർക്ക് പ്രാധാന്യവും പ്രാമുഖ്യവും കൽപ്പിക്കണം? ദവിൽ ഖുർബ, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ കുടുംബങ്ങൾ, രക്തബന്ധങ്ങൾ, അവർക്ക് ചെലവഴിക്കണം. അവരിലെ അഗതികൾക്ക്, ദവിൽ ഖുർബ എന്ന് പറയുമ്പോൾ അവരിൽ ഈ ദവിൽ ഖുർബയിൽ അതിൽ റിച്ച് ഉണ്ടാവും, ധനികരുണ്ടാവും, ഖനി, അവരിൽ ഫക്കീറുണ്ടാവും, മിസ്കീൻ, അല്ലേ? ഇവിടെ വാത്തൽ മാല അല ഹുബ്ബിഹി ദവിൽ ഖുർബ എന്ന് പറയുമ്പോൾ ഇത് സദഖയുടെ വിഷയമല്ലേ? സ്വത്തിനോട് ഇഷ്ടമുള്ളതോടൊപ്പം സ്വത്ത് നൽകുന്ന വിഷയം സദഖയാണ്. അപ്പോൾ അത് ദവിൽ ഖുർബ എന്ന് പറഞ്ഞാൽ ദവിൽ ഖുർബയിൽ ഫക്കീറന്മാർ, മിസ്കീന്മാർ, അവരാണ് ഉദ്ദേശം, കാരണം അവർക്കാണ് സദഖ. എന്നാൽ ദവിൽ ഖുർബയിൽ ഖനി, റിച്ച് ഉണ്ടെങ്കിൽ, ധനികരുണ്ടെങ്കിൽ അവർക്ക് സദഖല്ല, പിന്നെ അവർക്ക് ഹദിയയാണ്, സമ്മാനങ്ങൾ. സമ്മാനങ്ങളിൽ ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമല്ല, എല്ലാവർക്കും ഹദിയ പറയപ്പെട്ടതാണ്, നൽകേണ്ടതുമാണ്. അപ്പോൾ ഇവിടെ ദവിൽ ഖുർബയിലെ ഫക്കീറന്മാർ, മിസ്കീന്മാരാണ് ഉദ്ദേശം. കാരണം ഇവിടെ ദാനവായ്പിനെ കുറിച്ചാണ് പറയുന്നത്. ആ ദാനവായ്പ ആർക്കില്ല? അത് ധനികർക്കില്ല, ധനികർക്ക് ഹദിയ അതാണുള്ളത്, സദഖല്ല. മനസ്സിലായോ? അപ്പോൾ ഇവിടെ അത് നമ്മൾ ദവിൽ ഖുർബയെ മനസ്സിലാക്കുമ്പോൾ ആ ഒരു മസാല കൂടി മനസ്സിലാക്കേണ്ടതാണ്. ദവിൽ ഖുർബയിലെ ഫക്കീറന്മാർ, മിസ്കീന്മാർ, അവരാണ് ഉദ്ദേശം. അപ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ എന്ന ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ തുടർച്ചയിൽ നമുക്ക് ഇനി മനസ്സിലാക്കേണ്ട 6 വിഭാഗം, അതിൽ 5 എണ്ണം തുടർന്ന് പഠിക്കാം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.